ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റോക്സ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമുക്കറിയാലോ, ഒരു വ്യക്തിക്ക് ആവശ്യം വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നത്. ഈ ആത്മസ്നേഹം ഒട്ടുമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാനോ സന്തോഷം കണ്ടെത്താനോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവർക്ക് സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. എന്നാൽ ഈ ആത്മസ്നേഹം അമിതമായാൽ അല്ലെങ്കിൽ അതൊരു ആത്മാരാധനയിലേക്ക് വളർന്നാൽ അത് ഒരു മാനസിക വൈകല്യമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആത്മാരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സ്ട്രീം സെൽഫ് ലവുമായി ബന്ധപ്പെട്ട ഒരു മാനസിക വൈകല്യത്തെ കുറിച്ചാണ്. അത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറിന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഈ നാർസിസ്റ്റിക് എന്ന പേര് വന്നത് ഗ്രീക്ക് മിഥോളജിയിലെ നാസ്യൂസ് എന്നൊരു കഥാപാത്രത്തിൽ നിന്നാണ്. സ്വന്തം ശരീരത്തോടുള്ള അല്ലെങ്കിൽ അവനവനോട് തന്നെയുള്ള അമിത സ്നേഹത്താൽ, ആത്മാരാധനയാൽ മറ്റുള്ളവരുടെ ഇഷ്ടവും സ്നേഹവും ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ സ്വയം അമിതമായി സ്നേഹിച്ച് ആരാധിച്ച് അവസാനം സ്വയം ജീവൻ ഒടുക്കിയ ഒരു കഥാപാത്രമാണ് നാസ്യൂസ്. അതിൽ നിന്നാണ് ഈ നാർസിസ്റ്റിക് എന്ന പേര് വന്നത്. അല്ലെങ്കിൽ അമിതമായി സ്വന്തം ഇഷ്ടം കൊണ്ടു നടക്കുന്ന ആ പേഴ്സണാലിറ്റി വൈകൃതത്തിനാണ് അല്ലെങ്കിൽ വൈകല്യത്തിനാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഇവരെ തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് മാത്രമല്ല, ഇവർക്ക് ഇവരെ ഇഷ്ടമുള്ളൂ എന്നതാണ് വാസ്തവം. ഇവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഞാനൊരു വലിയ സംഭവമാണ്, ഞാനൊരു ഗംഭീര സംഭവമാണ് എന്നൊരു ചിന്ത ഇവർ കൊണ്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രാൻഡിയോസിറ്റി, എനിക്ക് ഈ സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്, ഞാൻ വളരെ പ്രമുഖനായ വ്യക്തിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം ശരിയാണ്, അങ്ങനെ ഞാനൊരു ഗംഭീര സംഭവമാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡിയോസിറ്റി എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട്. മൂന്നാമതൊരു ലക്ഷണം, ഇവരെവിടെ ചെന്നാലും ഇവരായിരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നിവർക്ക് നിർബന്ധമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവർ പല പ്രവർത്തികളും ചെയ്യും. ഞാൻ, എനിക്ക് എന്നൊരു ഭാവം എപ്പോഴും ഇവർക്ക് കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഈ ശ്രദ്ധാ കേന്ദ്രമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ ഇവർ നടത്തിക്കൊണ്ടേയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് എമ്പതി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോഴും മറ്റുള്ളവർക്ക് എന്ത് വേദനയുണ്ട്, അവർക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ, അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും അവർ പരിഗണിക്കുകയേയില്ല. എമ്പതി എന്ന് പറയുന്ന ഒരു വികാരം ഇവർക്ക് തുലവും കുറവായിരിക്കും. മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ഇവർക്ക് പ്രത്യേകമായ പരിഗണന കിട്ടും. ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇവരെ പുകഴ്ത്തണം. ഈ പ്രത്യേകമായ പരിഗണനയും അപ്രീസിയേഷനും പുകഴ്ത്തലുകളും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ വല്ലാതെ അസ്വസ്ഥരാവുകയും ചെയ്യും. ഇവർ സ്വന്തമായിട്ട് ആത്മപ്രശംസ ഇങ്ങനെ നടത്തുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. അത് കൂടാതെ മറ്റുള്ളവർ ഇവരെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കണം, ഇവരെ പ്രത്യേകമായി പരിഗണിക്കണം. ഇവരെ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അളവിൽ കൂടുതൽ അപ്രീസിയേഷൻ ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർ വല്ലാതെ അസ്വസ്ഥരാവുകയും ദേഷ്യപ്പെടുകയും അതെങ്ങനെയെങ്കിലും ആ ഇഷ്ടക്കുറവ് അവര് പുറത്ത് കാണിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഇവർ വിമർശനങ്ങൾ ഒട്ടും സഹിക്കില്ല. ഇവര് ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി ആരെങ്കിലും ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ ഇവരെ വിമർശിക്കുകയോ ചെയ്താൽ ഇവർക്കത് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇവരെ വിമർശിച്ച ആളോട് ഇവർക്ക് അടങ്ങാത്ത വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ മറ്റുള്ളവരോടെല്ലാം, ചുറ്റുമുള്ള ആളുകളോട് ഇവരെ വിമർശിച്ച ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കഴിവ് ഇവർക്കുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇവരുടെ കഴിവ് എന്ന് പറയുന്നത് അപാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വിമർശിച്ച ആളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ശരിയാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള പ്രത്യേകമായ കഴിവ് ഈ നാർസിസ്റ്റിനുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവരുടെ മറ്റൊരു ലക്ഷണമാണ് സ്വന്തം
കാര്യലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഈ എമ്പതി എന്ന് പറയുന്ന വികാരം ഇവർക്ക് ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ അവർക്കൊരു ബുദ്ധിമുട്ടിട്ട് ഇല്ലതാണ്. അതേപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവരുടെ തെറ്റുകളെ ഇവർ വല്ലാതെ ന്യായീകരിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ പോലും വലുതായി കാണിക്കുകയും അല്ലെങ്കിൽ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കുകയും ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ബ്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നാർസിസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് അമിതമായ സ്വത്ത്, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം, അതുപോലെ സൗന്ദര്യം, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അമിതമായ വിജയം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാൽ പലപ്പോഴും ഇവരൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കാറ്, അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും പല സമയങ്ങളിലും. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവർക്ക് എവിടെ ചെന്നാലും പ്രത്യേകമായ പരിഗണന കിട്ടണം, അംഗീകാരങ്ങൾ കിട്ടണം, അപ്രീസിയേഷൻ കിട്ടണം. ഇത്തരം ഒരു വാശി, അല്ലെങ്കിൽ അത് തന്റെ ഒരു അവകാശമാണെന്നൊരു രീതിയിലാണ് ഇവരുടെ ഒരു ചിന്താഗതി. ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റാർക്കെങ്കിലും ഇവരെക്കാൾ കൂടുതൽ അംഗീകാരങ്ങളോ അപ്രീസിയേഷൻസോ പരിഗണനയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, വല്ലാത്ത അസൂയ അവരോട് ഇത്തരം വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾക്ക് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ എപ്പോഴും ഉള്ള ഒരു വിചാരം, ഞാൻ സമൂഹത്തിലൊരു പ്രമുഖ വ്യക്തിയാണ്, ഞാൻ അത്തരം സമൂഹത്തിലെ പ്രമുഖരായ ആളുകളുമായി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവരുമായിട്ടാണ് ഇടപെടുന്നതും കാര്യങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതും, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്നോട് അസൂയയുണ്ട് എന്ന് ഈ നാർസിസ്റ്റുകൾ നിരന്തരം ചിന്തിക്കാറുണ്ട്. അതുപോലെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, മറ്റുള്ളവരെ അംഗീകരിക്കാനോ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവരാണ് എല്ലാത്തിന്റെയും അവസാനമായ വാക്ക്, അല്ലെങ്കിൽ ഇവർ പറയുന്നതാണ് ശരി, ഇവർ ചെയ്യുന്നതാണ് ശരിയായ കാര്യങ്ങൾ എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ആർക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും, ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ആർക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ഇവർ അതിന്റെ കാരണക്കാരൻ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അയാൾക്ക് ആ നേട്ടം ഉണ്ടായത്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ ഭംഗിയായി ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ ഞാൻ എന്റെ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ എപ്പോഴും ഒരു ആത്മപ്രശംസയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത്? അതിന്റെ കൂടെ പറഞ്ഞു തരേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവരുമായി ചേർന്ന് ജീവിക്കുന്നവർക്ക്, അവരുടെ കൂടെ ജീവിക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അവർക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ, അവരോട് അല്പം പോലും സ്നേഹം കാണിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ പോലും കിട്ടാൻ സമ്മതിക്കാതെ ഒക്കെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായിരിക്കും ഇവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ജനറ്റിക് ഒരു കാരണമായി പറയുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു കാരണമായി പറയുന്നത് തലച്ചോറിന്റെ അമിഗ്ദലയുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന തകരാറുകളും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യത്തിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം, അതേപോലെ ചില നെർവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന തകരാറും ഇത്തരം വ്യക്തിത്വ വൈകല്യത്തിന് കാരണമാകുന്നുണ്ട്. അതേപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അമിതമായ ലാളനയിൽ വളരുന്ന കുട്ടികൾ. നമുക്കറിയാം, ചില വീട്ടിലൊക്കെ ഒറ്റ മകൻ അല്ലെങ്കിൽ മകളൊക്കെ കാണുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ എന്ത് കാര്യങ്ങളും ഈ കുട്ടിയുടെ ഇഷ്ടാനുസരണമായിരിക്കും പലപ്പോഴും നടക്കാറുള്ളത്. അങ്ങനെ അമിത പരിഗണന, അമിത ലാളന കേട്ട് വളരുന്ന കുട്ടി മുതിർന്നു വരുമ്പോൾ ഇത് തന്റെ അവകാശമാണ്, എവിടെയും എന്റെ വാക്കായിരിക്കണം ഏറ്റവും അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ എനിക്ക് എവിടെയും പ്രത്യേകമായി പരിഗണന കിട്ടണം എന്ന് അത് തന്റെ ഒരു റൈറ്റ് ആണെന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ഇത് പലപ്പോഴും ഈ പറഞ്ഞ ഒരു വ്യക്തിത്വ വൈകല്യത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടെത്തിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് അമിതമായ അവഗണനയിൽ വളരുന്ന ഒരു കുട്ടിയും. പേരൻസിന്റെയോ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെയോ ഒക്കെ അമിതമായ അവഗണന ഏറ്റുവളരുന്ന ഒരു കുട്ടി മുതിർന്നു വരുമ്പോൾ തന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും, അല്ലെങ്കിൽ തനിക്കൊരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതും ആ വ്യക്തിയെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഇനി എന്താണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ള പരിഹാരം? പ്രധാനമായിട്ടും സൈക്കോ തെറാപ്പി തന്നെയാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്.
ഏറ്റവും പ്രധാനമായിട്ട് ടോക്ക് തെറാപ്പിയും CBTയുമാണ് ഉപയോഗിക്കാറുള്ളത്. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനോട് ചേർന്ന് പലപ്പോഴും ഡിപ്രഷനും മറ്റു ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിന് നമുക്ക് മെഡിക്കേഷൻ തന്നെ എടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇതിന്റെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഒരിക്കലും അവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുകയോ അത് മനസ്സിലാക്കുകയോ ഇല്ല. അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സാവധാനം അവരെ പറഞ്ഞ് അത് മനസ്സിലാക്കി ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്കോ ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചധിക കാലം നീണ്ടു നിൽക്കുന്ന കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും മെഡിക്കേഷനിലൂടെയൊക്കെ നമുക്ക് പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പക്ഷെ 1 2 പ്രാവശ്യം നമ്മളൊരു മാനസിക രോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പരിഹാരം കിട്ടും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിന് പൂർണ്ണമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കിടയിലോ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ അവരെ എത്രയും വേഗം ഈ പരിഹാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.